നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് തേയ്പ്പിറ പഞ്ചമിയാണ്. മാർച്ച് 19 ബുധനാഴ്ചയാണ് തേയ്പ്പിറ പഞ്ചമി വരുന്നത്. മാർച്ച് 18 ചൊവ്വാഴ്ച രാത്രി 7 മണിയോടുകൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ടൈമാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. എന്നാൽ പുതുതായിട്ട് വരുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾക്കും കൂടെ ഇതിൽ പേരുകൾ കൊടുക്കണം എന്തെന്ന് അറിയണമെന്നാൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസ് റിപ്ലൈയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഏതാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക, അറിഞ്ഞോളുക. അത്യാവശ്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ശരിയാ? അതുപോലെ പഞ്ചമിതിഥിക്ക് വഴിപാട്, പൂജ, പേരുകൾ തരുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇത് എഴുതി ടൈപ്പ് ചെയ്തിടുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക. ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ മീൻസ് ഒത്തിരി പവർഫുള്ള്. വരാഹി അമ്മയുടെ ആശീർവാദം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് കാണാൻ കൂടി പറ്റുകയുള്ളൂ. അത്ഭുതങ്ങളെല്ലാം കണ്ണിൽ പെടണമെന്നാൽ വരാഹി അമ്മ നമ്മളുടെ കൂടെ വേണം. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു പതിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതിനു മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് വരാഹി അമ്മയുടെ ഒത്തിരി പവർഫുള്ളായ ഒരു മന്ത്രമാണ്. അത് നിങ്ങൾ എഴുതി വെച്ചോളുക. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മഹാശക്തിയാണ് വരാഹി അമ്മ. ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് അമ്മ ചെയ്ത് തന്നിരിക്കും. വജ്രഘോഷം എന്നത് എല്ലാവരും വിശ്വാസപൂർവം ചെയ്യുന്നില്ലേ? അത് ഉരുവിടുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതിനെ വിട 10 മടങ്ങ് ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക, എഴുതുക. അത്രയേ ഉള്ളൂ. 1 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു പതിവിൽ ഞാൻ ഈ മന്ത്രം പറഞ്ഞു പോയിരുന്നു. എഗെയിൻ ഈ മന്ത്രം ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നാൽ അതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരു അക്കയുണ്ട്. വരാഹി അമ്മയുടെ തീവ്ര ഭക്തയാണ് ആ അക്ക. നമ്മളിടുന്ന എല്ലാ വീഡിയോസും കാണും, എല്ലാ പരിഹാരവും ചെയ്ത് നോക്കുന്ന അക്ക. അപ്പോൾ കഴിഞ്ഞ ഒരു 3 days മുന്നേ ഞാൻ അക്കാവെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അക്ക എനിക്ക് തന്ന ഒരു ഇൻഫർമേഷനാണ്, വരാഹി അമ്മയുടെ ഈ ഒരു മന്ത്രം അക്ക നല്ല വൃദ്ധശുദ്ധിയോടുകൂടി എഴുതി പ്രാർത്ഥിച്ചു. അത് 108 തവണ പറയുകയും ചെയ്തു, 108 തവണ എഴുതുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് പോസിറ്റീവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്കും ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്ക് ഫലം തരുന്ന ഒരു മന്ത്രമാണിത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 80 പേജസിലെയോ അല്ലെങ്കിൽ ഒരു 60 പേജസിലെയോ ഒരു നോട്ട് വാങ്ങിക്കൊള്ളുക. ഇതല്ല, ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നോട്ട് ഇല്ലാച്ചാൽ നിങ്ങൾ ഒരു പേപ്പറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലെങ്കിലും എഴുതിക്കൊള്ളുക. എന്നിട്ട് ഇത് എപ്പോഴാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഡെയിലിയും എഴുതുക. ടൈം അങ്ങനെ ഒന്നുമില്ല. അത് മോർണിംഗ് വേണമെങ്കിൽ മോർണിംഗ് എഴുതാം, ഈവനിങ് എഴുതാം, ഉച്ചയ്ക്ക് എഴുതാം, രാത്രി എഴുതാം. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ നിങ്ങൾ എഴുതുക. അതിന് വേറൊന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും പറയാം. അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് മന്ത്രം എഴുതുന്നതിനോടൊപ്പം നിങ്ങളിത് പറയുകയും ചെയ്യുക. ശരിയാ? പിന്നെ ചുമ്മാ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക ഫസ്റ്റിൽ. അപ്പോൾ മനസ്സിലാവും ഈ മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന്.
ഇനി അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെല്ലാം മന്ത്രം ഇരിപ്പുണ്ടോ എന്ന്. ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പവർ എത്രമാത്രം വലുതാണെന്ന്. ഒരു 3 to 4 ഡേയ്സ് മുന്നെയാണ് അക്ക എന്നോട് ഇത് ഷെയർ ചെയ്തത്. ഞാൻ അന്ന് തന്നെ എൻ്റെ അടുത്ത് ബുക്ക് ഉണ്ടായിരുന്നു. ബുക്ക് എടുത്തിട്ട് ഞാൻ എഴുതുമായിരുന്നു. ഡെയിലി ഞാൻ ഒരു 2 to 3 ഡേയ്സ് എഴുതി. അതും ഒരു നേരത്താണ് എഴുതിയത്. മീൻസ് 1 ടൈമാണ് എഴുതിയത്. അതും ടൈമൊന്നും ഞാൻ കറക്റ്റ് നോക്കിയൊന്നും അല്ല എഴുതിയത്. രാവിലെയും വൈകിട്ടും അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എനിക്ക് എപ്പോൾ ടൈം കിട്ടിയോ ആ ടൈം നോക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. 3 ഡേയ്സ് ഞാൻ എഴുതി. 3 ഡേയ്സ് എന്നത് മുന്താ നേരം വരെയാണ് ഞാൻ എഴുതിയത്. ദി ഡേ ബിഫോർ യെസ്റ്റർഡേ വരേക്കും. ചുമ്മാ ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പോലെയാണ് എഴുതിയത്. എന്നാൽ കറക്റ്റ് 3rd ഡേ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടന്നു. അത്രയ്ക്കും ഒരു മിറാക്കിളായിരുന്നു എനിക്ക് ഈ വിഷയം. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം, അത് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് നടന്നു കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി. വരാഹി അമ്മയുടെ മന്ത്രത്തിന് വന്നിട്ട് ഇത്രയ്ക്കും ഒരു സൂപ്പർ പവർ ഇരിക്കുന്നു എന്നൊരു ഫീല് വരെ എനിക്ക് വന്നുപോയി. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള അമ്മയുടെ മന്ത്രം. ഇതെനിക്ക് അമേസിങ് റിസൾട്ട് തന്നതിനാലെയാണ് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നത്. എനിക്കറിയുന്ന കുറേ പേർക്ക് ഞാൻ ഈ മന്ത്രം പറഞ്ഞു കൊടുത്തു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന്. ഇന്നലെ ഒരേ നാളിൽ റിസൾട്ട് കിട്ടിയ നിറയെ പേരുണ്ട്. അതിനാലെയാണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, എല്ലാവർക്കും ഒരു ദിവസത്തിലോ 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു ചില പേർക്ക് ഒരു 30 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു 40 ദിവസത്തിലോ ഒക്കെ ആകും. അത് ഒരു ചില പേർക്ക് അങ്ങനെയാണ്. ഒരു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടേ ഇരിക്കുമ്പോഴേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം 1-2 ദിവസം ചെയ്തിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ച് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത്രയ്ക്കും ശക്തിയുള്ള ഒരു വിഷയമാണിത്. ഈ മന്ത്രം നിങ്ങൾ വന്നിട്ട് ഇന്ന് തൊട്ടേ എഴുതിക്കൊള്ളുക. കാരണം നല്ല കാര്യങ്ങൾ എന്ത് വിചാരിച്ച് ചെയ്താലും അത് 10 മടങ്ങ് നമുക്ക് ഫലം തരും. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അമ്മയുടെ അത്രയ്ക്കും ശക്തിയുള്ള ആ മഹാമന്ത്രം ഇതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക. ഓം ഐം ക്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ടവാരാഹി ത്രിലോകവശങ്കരി മമ സകലകാര്യം സാധയ ഹും ഫട് സ്വാഹ. ഓം ഐം ക്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ടവാരാഹി ത്രിലോകവശങ്കരി മമ സകലകാര്യം സാധയ ഹും ഫട് സ്വാഹ. ഓം ഐം ക്ലൗം ഓം നമോ ഭഗവതി ഉച്ഛിഷ്ടവാരാഹി ത്രിലോകവശങ്കരി മമ സകലകാര്യം സാധയ ഹും ഫട് സ്വാഹ. ഈ മന്ത്രം ചൊല്ലുന്നവർ ശുദ്ധപത്തമായിട്ടിരുന്നിട്ട് മാത്രമേ ചൊല്ലാവൂ. പീരീഡ്സ് ടൈമിലോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ കുലവാലായ്മയുള്ളവരോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് രാവിലെയൊക്കെ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ കുളിച്ചിട്ട് വൈകുന്നേരം ചൊല്ലിക്കൊള്ളുക. ഒന്നും പ്രശ്നമില്ല. കുളിച്ച് കഴിഞ്ഞാൽ ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രത്തിനെന്ന് ഒരു ഭയങ്കരമായ പവർ ഇരിക്കുന്നുണ്ട്. എന്ത് കാര്യമായാലും നിങ്ങൾ ആഗ്രഹിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. മേ ബി ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സാധാരണമായി തോന്നിയേക്കാം. എന്നാൽ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നിങ്ങളാലെ കമൻറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അത്ര അളവിന് ഇത് നിങ്ങൾക്കൊരു റിസൾട്ട് കൊണ്ടുവന്ന് തരും. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള വരാഹിയമ്മയുടെ ഒരു മന്ത്രമാണിത്. അതിനാലെയാണ് ഞാനിത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പകർന്നു തന്നത്. ഒരു നോട്ടിൽ തന്നെ എഴുതിക്കൊള്ളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും
നന്ദി, നമസ്കാരം.